അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ ഇമാം സുഫിയാനു സൗരി, അറിയപ്പെട്ട ഹദീസ് പണ്ഡിതൻ, താബിഈങ്ങളിൽ പ്രസിദ്ധൻ, റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോൾ നൽകിയ ഒരു ഉപദേശം, ഇമാം ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ ഉപദേശം നൽകുന്നത്. അതിപ്രകാരം: യാ സുഫിയാൻ, ഇദാ അൻഅമല്ലാഹു അലൈക ബിനിഅമത്തിൻ ഫഹ്മദില്ലാഹ്. ഓ സുഫിയാൻ, അങ്ങേക്ക് അള്ളാഹു ഒരു അനുഗ്രഹം അരുളിയാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ പറയണം. വൈദസ്തബ്തഅത റിസ്ഖൻ ഫസ്തഗ്ഫിരില്ലാഹ്. ഉപജീവനം, അന്നം, അത് വൈകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. വഇദ ഹസബക അയ്യു സഅബിൻ വഷ്തദ്ദ അലൈക അംറുൻ. അങ്ങേക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം അല്ലെങ്കിൽ ഒരു പ്രയാസം, വിഷമം തീർത്താൽ, ഞെരുക്കമുണ്ടാക്കിയാൽ, ഫഖുൽ, അപ്പോൾ നിങ്ങൾ ചൊല്ലണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന്. യാതൊരു കഴിവും ചലനശേഷിയും അള്ളാഹുവെ കൊണ്ടല്ലാതെ ഇല്ല എന്ന അർത്ഥത്തിൽ ഹഖ്വല അല്ലെങ്കിൽ ഹൗഖല ചൊല്ലാൻ പറഞ്ഞു എന്നാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണർത്തിയതിന് ശേഷം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, സുമ്മ ഖാല ലി യാ സുഫിയാൻ സലാസുൻ വ അയ്യു സലാസ്. ഓ സുഫിയാൻ, മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ എത്രമേൽ മഹനീയം, എത്ര സുന്ദരം, സുപ്രധാനം. ഇതൊക്കെയാണ് പ്രയോഗത്തിൻ്റെ ഒരാശയം. സഹോദരന്മാരെ, ഞാൻ ഈ ഒരു സംഭാഷണ ശകലം ഇവിടെ ഉണർത്തിയത് നമ്മുടെയൊക്കെ അളവിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മൂന്ന് വസിയ്യത്തുകളാണ് ഇമാം ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നൽകിയിട്ടുള്ളത്. അനുഗ്രഹത്തോട് അൽഹംദുലില്ലാ എന്ന് പ്രതികരിക്കൽ, അന്നം വൈകുന്നതായി തോന്നുമ്പോൾ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കൽ, കാര്യം കടുക്കുമ്പോൾ, വിഷമം ഭവിക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലൽ, ഇതൊക്കെ നമ്മുടെ അളവിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഏറെ മഹനീയം, സുന്ദരം എന്നൊക്കെയാണത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉണർത്തിയത്. ഇമാം ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ എണ്ണപ്പെടുന്ന മഹാനാണ്. അദ്ദേഹം ഖുറൈശിയും ഹാഷിമിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ മുഹമ്മദുൽ ബാഖിർ എന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉമ്മു ഫർവ ബിൻത്ത് അൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കളിൽ ഉമ്മു ഫർവ എന്ന മഹദിയാണ്. അലി റളിയല്ലാഹു തആലയുടെ സന്താന പരമ്പരയിൽ അലി സൈനുൽ ആബിദീൻ്റെ മകൻ മുഹമ്മദ് അൽ ബാഖിർ എന്നവരാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ഉമ്മ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരമക്കളിൽ ഉമ്മു ഫർവയും. ഞാൻ ഈ ഒരു സംഭാഷണ ശകലം ഇവിടെ ഉണർത്തിയപ്പോൾ അനുബന്ധം പറയാൻ ഉദ്ദേശിച്ചത്, അന്ന് ഇമാം ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് ഹിജറയുടെ 80-ൽ, അദ്ദേഹത്തിൻ്റെ വഫാത്ത് 140 ഹിജറയുടെ. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ ആൽ എന്ന് പറഞ്ഞാൽ നബി കുടുംബം, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ, സഹാബികൾ, അതേപോലെ താബിഈങ്ങൾ, സഹാബികളുടെ അനുചരന്മാർ, ഇവരൊക്കെ എത്ര അടുപ്പത്തിലും സ്നേഹത്തിലും പാരസ്പര്യത്തിലും വർത്തിച്ചിരുന്നവരാണ് എന്നുകൂടി മനസ്സിലാക്കാനാണ്. ജഅഫർ സാദിഖിന് തൻ്റെ പ്രപിതാക്കളിൽ ഒരു മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് മാത്രമല്ല, ജഅഫർ സാദിഖിൻ്റെ മക്കളിൽ ഒരു മകൻ അബൂബക്കർ എന്ന പേരുള്ളവനാണ്, മറ്റൊരാൾ ആയിഷ എന്ന പേരുള്ളവരാണ്. ഇന്ന് നബി കുടുംബത്തിൻ്റെ പേരിൽ കക്ഷിയായി ഷിയാ ലോകം തങ്ങളിൽ ഒരാളെ പരിഗണിക്കണമെങ്കിൽ അബൂബക്കർ എന്ന പേരിനോട് അനിഷ്ടമുള്ളവരായി, ഈ ഉമ്മത്തിൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അബൂബക്കർ എന്നവരെ ശപിച്ചും പഴിച്ചും വർദ്ധിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ മഹത്തുക്കളൊക്കെ ജീവിച്ച അന്നാളുകളിൽ നോക്കൂ നിങ്ങൾ, താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരും താബിഈങ്ങളിൽപ്പെട്ടവരും തമ്മിലുള്ള ആ പാരസ്പര്യം, അന്യോന്യമുള്ള ഉപദേശം, അതേപോലെ തന്നെ അവർ വിവാഹബന്ധം വരെ വിളക്കിയിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ജഅഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പൗത്രിയാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഏതായാലും ഈ ഒരു ചരിത്രം പല വിഷയങ്ങൾ നമ്മളോട് പറയുന്നു. അതിൽ ചിലത് ഞാനിവിടെ കേൾപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സൽപാന്താവിലും സൽബുദ്ധിയിലും വഴി നടത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.